അൻവർ ആയുധമാവുകയാണോ? ഉറപ്പായിട്ടും. കാരണം അൻവർ ഇട്ടുകൊടുത്തത് പ്രതിപക്ഷത്തിന് ശരിക്കും നല്ല ആയുധങ്ങളൊന്നും കൈവശമില്ലാതെ എന്തെടുത്ത് പ്രയോഗിക്കുമെന്ന് പറഞ്ഞ് പകച്ചു നിൽക്കുന്ന ഒരു അവസരത്തിലാണ് അൻവർ പ്രത്യക്ഷപ്പെടുന്നത്. അൻവർ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ കോൺഗ്രസ് ആയാലും ലീഗായാലും ലീഗിന്റെ ചില നേതാക്കളൊക്കെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അൻവർ തുടങ്ങുന്നു, KT ജലീൽ പിന്തുണയ്ക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ പോകുമ്പോഴേക്കുമാണ് മുഖ്യമന്ത്രി തനിക്കൊപ്പമാണ് എന്നൊക്കെ അൻവർ പറയുമ്പോൾ ആദ്യം ഒന്ന് അവർ കൺഫ്യൂസ്ഡായി. കോൺഗ്രസ് ഇത് എങ്ങനെ ഉപയോഗിക്കണം? തെരുവിലേക്കുള്ള പ്രതിഷേധവുമായി ഇപ്പോൾ ക്യാമ്പ് ഓഫീസിലെ മരമുറി മുതലുള്ള ആ സമയം മുതലുള്ളത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ വിഷയത്തിലും പ്രതിഷേധത്തിനിറങ്ങുന്ന യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിഷേധത്തിനിറങ്ങിയില്ല, പക്ഷേ യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് ഇറങ്ങുന്നു. അതുപോലെ തന്നെ ലീഗിന്റെ അണികൾ, യൂത്ത് ലീഗ് ഒക്കെ പ്രതിഷേധത്തിലേക്ക് വരുന്നു. അങ്ങനെ പ്രതിഷേധത്തിനായി അൻവർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചത് പ്രതിപക്ഷമാണ്. അതവർക്ക് തുടരേണ്ട സാഹചര്യം തന്നെയാണുള്ളത്. കാരണം അത്രയും നല്ല വിഷയങ്ങൾ മുന്നിലേക്ക് വന്ന് കിട്ടിയിരിക്കുകയാണ്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ P. ശശിയെ ഡയറക്റ്റ് അറ്റാക്ക് ആയിരുന്നല്ലോ. അപ്പോൾ പാർട്ടിയെ തന്നെ ആക്രമിക്കുന്നതിനായിട്ടുള്ള വടിയാണ് അൻവർ എടുത്ത് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ വെച്ച് കൊടുത്തത്. അത് കൃത്യമായി ഉപയോഗിച്ച് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് മാത്രം കണ്ടാൽ മതി. ഇവിടെ ഇപ്പോൾ CPIM കഴിഞ്ഞ ദിവസത്തെ അഭ്യർത്ഥന അത് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു, പിന്നീട് അത് തിരുത്തുകയും ചെയ്തു. അതൊരു അടവ് നയമായി പാർട്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ ആ അടവ് നയം കൊണ്ട് ഈ തിരിഞ്ഞുകൊത്തൽ അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. CPIM ഈ അൻവറിന്റെ വാക്കുകൾ CPIM തിരിഞ്ഞുകൊത്താൻ പോവുകയാണ്. പ്രത്യേകിച്ചും ബ്രാഞ്ച് സമ്മേളനങ്ങളിലടക്കം അൻവറിനെ എടുത്ത് ആഘോഷിച്ചതാണ്. അപ്പോൾ ഇനി പെട്ടെന്ന്, അതായത് മുഖ്യമന്ത്രി പറഞ്ഞു അതുകൊണ്ട് തന്നെ പാർട്ടി തിരുത്തുന്നു, പാർട്ടിക്കും സർക്കാരിനും രണ്ടെടുത്ത് കഴിഞ്ഞാലും രണ്ടിലും തന്റെ വാക്കിന് എതിർവാക്ക് പാടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും അൻവർ ഒരു സ്വതന്ത്ര MLA ആയി നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ തന്നെ വിമർശിക്കുന്ന ഘട്ടം വരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ പ്രതിപക്ഷത്തിന് അത് ആയുധമാക്കുന്നതിന് എന്താണ് തടസ്സമുള്ളത്? സ്വന്തം മുന്നണിക്കുള്ളിൽ CPIയുടെ ഭാഗത്ത് നിന്ന് തൃശ്ശൂരിലെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് വന്ന പ്രതികരണങ്ങൾ അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഘടകകക്ഷികൾ LDF യോഗത്തിൽ പോയി ഈ ADGP RSS കൂടിക്കാഴ്ച എടുത്തിട്ടത്. അങ്ങനെ പ്രതിപക്ഷത്തിന് ആക്രമിക്കാവുന്ന അവസരങ്ങൾ ധാരാളമായി നിൽക്കുകയാണ്. അത് സ്വന്തം മുന്നണിയിൽ തന്നെയുള്ള ആളുകൾ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഒക്കെ തൊടുത്തുവിട്ട കാര്യങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പൊതുമധ്യത്തിൽ ഇതെല്ലാം കിടക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിന് ഇനി അത് ഇടയ്ക്കിടയ്ക്ക് ഒരു റിമൈൻഡർ ഇട്ടാൽ മതി. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടത്തുന്ന സമരങ്ങൾ അതിനെ ഞാനൊരു റിമൈൻഡറായാണ് കാണുന്നത്. കാരണം അൻവർ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. CPIM-നൊപ്പം നിൽക്കുന്ന CPM-ന്റെ കൂടി വോട്ട് വാങ്ങി വിജയിച്ച ഒരു MLA തന്നെ അതേ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു വിസിൽ ബ്ലോവറായി പറഞ്ഞ കാര്യങ്ങൾ അത് ആവർത്തിക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ചുകൂടി വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല, ഈ അൻവറിനെ പിണക്കിക്കൊണ്ട് എത്രത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ലെങ്കിൽ പാർട്ടിക്കും എത്രമാത്രം പിണക്കാൻ കഴിയും എന്നുള്ളതും ഒരു ചോദ്യമായി ഇവിടെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മലബാറിൽ ഈ പറയുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ഏകീകരണം, അതൊക്കെയാണ് അൻവർ, KT ജലീൽ ഇവരിലൂടെയൊക്കെ പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അങ്ങനെയൊരു ധർമ്മസങ്കടം CPIM നേതൃത്വത്തിനുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പോൾ 2026 തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു, ഒപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇതെല്ലാം ഈ 3 തെരഞ്ഞെടുപ്പുകളും, ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇത് മൂന്നും അത് കോൺഗ്രസിന്റെ ഒരു പ്രക്ഷോഭത്തിൽ അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ 3 ഘട്ടങ്ങളിലും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതിൽ സ്വർണ്ണക്കടത്തുണ്ട്, P. ശശിക്കെതിരായ ഈ കൂട്ടുകെട്ടുകൾ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളുണ്ട്. അതെല്ലാം പാർട്ടിക്കെതിരായ, മുഖ്യമന്ത്രിക്കെതിരായ ആക്ഷേപങ്ങളായി ജനങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അൻവർ പറഞ്ഞ കാര്യങ്ങൾ അത് പ്രതിപക്ഷത്തിന് കിട്ടിയ നല്ലൊരു ടൂൾ കിറ്റായി മാറുകയാണ്. ഒരു ആയുധമല്ല, ഒരു സിംഗിൾ വെപ്പൺ എന്നുള്ളതല്ല, ഒരു ടൂൾ കിറ്റാണ്. ആ ടൂൾ കിറ്റിൽ ആവശ്യമുള്ള സാധനങ്ങൾ, സ്വർണ്ണക്കടത്ത് വേണ്ടപ്പോൾ സ്വർണ്ണക്കടത്ത്, P. ശശിക്കെതിരായ ആരോപണങ്ങൾ വേണ്ടപ്പോൾ അത്, RSS ബന്ധം വേണ്ടപ്പോൾ അത്, അങ്ങനെ ഈ ടൂൾ കിറ്റിൽ നിന്ന് ആവശ്യമുള്ള ടൂൾ എടുത്ത് പ്രയോഗിക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ EP ജയരാജൻ്റെ കാര്യം കൂടി നമ്മൾ പറഞ്ഞു പോകണം. EP ജയരാജനെ പോലും ഒരു തരത്തിൽ ഒതുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോലും ഒതുക്കാൻ മടി കാട്ടാത്ത ഒരു പാർട്ടിക്ക് അൻവറിനോട് ഒരു മൃദു സമീപനം എടുക്കേണ്ട ഒരു സാഹചര്യം വന്നു നിൽക്കുകയാണ്. അൻവറിനോട് ഒരു ഹാർഡായിട്ടുള്ള ഒരു സമീപനമല്ല ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ സഖാക്കൾ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തള്ളിക്കളയുന്നില്ല. കുറേ ആളുകളെങ്കിലും അൻവർ പറയുന്നത് അൻവറാണ് ശരി, അൻവർക്കെയാണ് ശരി എന്ന് പറയുന്ന അണികൾ മലബാറിലെങ്കിലും ചുരുങ്ങിയ പക്ഷം ഉണ്ട് എന്നുള്ളത് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ ചർച്ചകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പോൾ അൻവർ പറയുന്ന കാര്യങ്ങളിൽ, P. ശശിക്കെതിരെ പറയുന്ന കാര്യങ്ങളിലൊക്കെ കഴമ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന പാർട്ടി അനുഭാവികളും അണികളും സഖാക്കളും ഒക്കെ ഉണ്ട് എന്ന് കരുതുന്ന ഒരു പാർട്ടിക്ക് അൻവറിന്റെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. പ്രതിപക്ഷത്തിന് അതേസമയം തന്നെ അത് വലിയ രീതിയിൽ ഉപയോഗപ്പെടും. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചാൽ മാത്രം, പിന്നെ പ്രതിപക്ഷത്തും ഉണ്ടല്ലോ പടലപ്പിണക്കങ്ങളൊക്കെ ഉണ്ട്. K. സുധാകരൻ ഒന്ന് പറയുമ്പോൾ VD സതീശൻ മറ്റൊന്ന് പറയുന്ന രീതിയാണെന്നുണ്ടെങ്കിൽ ഇത് ഒന്നിച്ച് ടൂൾ കിറ്റ് പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ അവർക്ക് വീണ് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല ടൂൾ കിറ്റാണ് അൻവർ എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവുമില്ല. Meet the editors.